നമസ്കാരം. UDFിൻ്റെ ഉറച്ച മണ്ഡലങ്ങളിൽ ഒന്ന് കൊല്ലം ലോക്സഭാ മണ്ഡലമാണ്. പക്ഷേ ഇത്തവണ അതിൽ മാറ്റം വരാൻ സാധ്യതയുണ്ട് എന്ന് ചില സർവേകൾ പറഞ്ഞിരുന്നു. അഥവാ തോറ്റാൽ എന്താകും RSPയുടെ അവസ്ഥ? LDFിനൊപ്പമാണോ UDFിനൊപ്പമാണോ RSPയുടെ നിലനിൽപ്പിന് ഗുണം? പരിശോധിക്കാം. തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ ശക്തി കേന്ദ്രമായ കൊല്ലം, CPMൻ്റെ കോട്ട എന്ന് വിശേഷിപ്പിക്കാവുന്ന നിയമസഭാ മണ്ഡലങ്ങൾ, അവ ഉൾപ്പെടുന്ന മണ്ഡലം. എന്നാൽ ചവറ മുതൽ ചവറ വരെയുള്ള പാർട്ടി എന്ന് CPMകാർ തന്നെ വിശേഷിപ്പിക്കുന്ന RSP, ആ പാർട്ടിയേക്കാൾ വളർന്നു വലുതായ NK പ്രേമചന്ദ്രൻ എന്ന നേതാവ്. പ്രേമചന്ദ്രനെ തോൽപ്പിക്കാൻ കാലങ്ങളായി CPM നടത്തുന്ന കിണഞ്ഞ പരിശ്രമങ്ങൾ, അത് ഇത്തവണയെങ്കിലും ലക്ഷ്യം കാണുമോ എന്നതാണ് ചോദ്യം. രാഷ്ട്രീയത്തിനും പാർട്ടിക്കുമപ്പുറം വളർന്ന കേരളത്തിൽ താരപരിവേഷമുള്ള രാഷ്ട്രീയ പ്രവർത്തകനായ NK പ്രേമചന്ദ്രനാണ് ഹാട്രിക് വിജയം ലക്ഷ്യമിട്ട് ഇക്കുറിയും UDF തട്ടകത്തിൽ. ഇമേജിനെ മറികടക്കാനും മണ്ഡലം പിടിക്കാനും രാഷ്ട്രീയ പാരമ്പര്യം കൂടിയുള്ള ചലച്ചിത്ര താരം മുകേഷിനെ LDF തിരഞ്ഞെടുത്തു. കൃഷ്ണകുമാറിൻ്റെ താരപരിവേഷത്തിലൂടെ കൂടുതൽ വോട്ടുകൾ സമാഹരിച്ച് മുന്നോട്ടെത്താമെന്ന് NDAയും പ്രതീക്ഷിക്കുന്നു. മണ്ഡലം രൂപീകൃതമായതിനു ശേഷം 17 തിരഞ്ഞെടുപ്പുകളിൽ 10ലും ഇടതുപക്ഷമാണ് വിജയിച്ചത്. മുന്നണിയിലെ ധാരണപ്രകാരം RSP ആണ് LDFിനായി മത്സരിച്ചത്. മണ്ഡലം രൂപീകരിച്ചതിന് മുമ്പ് 1952 നടന്ന ആദ്യ തിരഞ്ഞെടുപ്പിൽ RSPയുടെ N ശ്രീകണ്ഠൻ നായരിൽ തുടങ്ങിയതാണ് ആ വിജയഗാഥ. 1957 ഇടത് ഐക്യമുന്നണിയുടെ V പരമേശ്വരൻ നായരും പിന്നീട് CPIയുടെ PK കൊടിയനും വിജയിച്ചു. 1962 മുതൽ 1977 വരെ നടന്ന 4 തിരഞ്ഞെടുപ്പുകളിൽ ആരാലും തോൽപ്പിക്കപ്പെടാനാവാത്ത പ്രേമചന്ദ്രന് സമാനനായ പാർട്ടിക്കും അതീതനായി വളർന്ന ശ്രീകണ്ഠൻ നായരാണ് കൊല്ലത്തിൻ്റെ MP ആയത്. എന്നാൽ 1980 ശ്രീകണ്ഠൻ നായരെ തോൽപ്പിച്ച് BK നായരിലൂടെ കോൺഗ്രസിന് മണ്ഡലത്തിൽ ശക്തി തെളിയിക്കാൻ സാധിച്ചു. പിന്നീട് 1984 മുതൽ 1989 വരെയുള്ള 3 തിരഞ്ഞെടുപ്പുകളിൽ K കരുണാകരൻ്റെ പരീക്ഷണത്തിലൂടെ കോൺഗ്രസ് മണ്ഡലത്തിൽ വിജയം തുടർന്നു. 3 തവണയും വിജയിച്ച S കൃഷ്ണകുമാർ കരുണാകരൻ്റെ നോമിനിയായിരുന്നു. കൃഷ്ണകുമാറിനെ തളയ്ക്കാൻ RSP ഇറക്കിയ തുറുപ്പുചീട്ടായിരുന്നു NK പ്രേമചന്ദ്രൻ. ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്ന ചെറുപ്പത്തിൻ്റെ ചുറുചുറുക്കിൻ്റെ മുഖമായിരുന്ന NK പ്രേമചന്ദ്രൻ 1996 1998 വിജയിച്ചു. 1999 CPM സീറ്റ് RSPയിൽ നിന്ന് ഏറ്റെടുത്തു. അത്തവണയും പിന്നീടും നടന്ന തെരഞ്ഞെടുപ്പിൽ P രാജേന്ദ്രനായിരുന്നു കൊല്ലത്തിൽ നിന്നുള്ള MP. 2009 K കരുണാകരൻ്റെ വിശ്വസ്തനായിരുന്ന N പീതാംബരക്കുറുപ്പിന് കൊല്ലത്ത് സീറ്റ് നൽകാൻ കോൺഗ്രസ് തീരുമാനിച്ചു. ആ പരീക്ഷണവും ഏറ്റു. LDFിൽ നിന്ന് കോൺഗ്രസിലേക്ക് മണ്ഡലം പോയി. LDFിൽ നിന്ന് മാറി RSP UDFിലേക്ക് പോയതിനു ശേഷമുള്ള 2 തിരഞ്ഞെടുപ്പുകളിൽ പ്രേമചന്ദ്രനൊപ്പം മണ്ഡലം നിന്നു. കൊല്ലം ലോക്സഭാ മണ്ഡലം കഴിഞ്ഞ കുറേ കാലങ്ങളായി ഭരിക്കുന്നത് RSP ആണെങ്കിലും കൊല്ലം ജില്ലയിലെ ചില ഇടങ്ങളിൽ മാത്രമുള്ള ഒരു പാർട്ടിയാണ് RSP എന്നാണ് ഒരു വാദം. ആ വാദം പണ്ടുതൊട്ടേ ഉള്ളതുമാണ്. തെക്ക് ചവറ മുതൽ വടക്ക് ചവറ വരെ മാത്രമുള്ള അത്രമാത്രം ശക്തിയുള്ള ഒരു പാർട്ടി എന്നാണ് RSPയെ കണക്കാക്കുന്നത്. 2014 വരെ ഇടതിൻ്റെ ഏറ്റവും പ്രധാന ഘടകകക്ഷി. പക്ഷേ പിന്നീട് പാർട്ടിക്കുള്ളിൽ സീറ്റ് ചർച്ചയിൽ പിണങ്ങിയ RSPയെ സ്വീകരിച്ചത് UDF. 2011 പ്രേമചന്ദ്രൻ്റെ മുഖ്യ ശത്രുക്കളിൽ ഒരാളായ ഷിബു ബേബി ജോണിനോട് പരാജയപ്പെട്ടതും പിന്നീട് അതേ ഷിബു ബേബി ജോണുമായുള്ള രാഷ്ട്രീയ കൂട്ടുകെട്ടും രാഷ്ട്രീയ ചരിത്രത്തിൽ വേറിട്ടതൊന്നുമല്ലാത്ത ഒരു ഏടാണ്. 2014 വരെ കൊല്ലം കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ സ്ഥാനം RSPക്ക് നൽകി ഇടതുപക്ഷം. CPI പോലെയുള്ള ഘടകകക്ഷികൾ ഉള്ളപ്പോഴാണ് RSPക്ക് ഇത് നൽകിയത്. അത് വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നീക്കവുമായിരുന്നു. നിലവിൽ ഘടകകക്ഷികൾ വർദ്ധിച്ചപ്പോൾ സീറ്റ് പലയിടത്തും നൽകാൻ കഴിയാതെ വിഷമിക്കുന്നുമുണ്ട് CPM. കോൺഗ്രസിനൊപ്പം പോകുന്നതുവരെയും കൊല്ലത്തെ ഡെപ്യൂട്ടി മേയർ സ്ഥാനം അലങ്കരിക്കാൻ RSPക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ പിന്നീട് ആ സ്ഥാനവും നഷ്ടമായി. RSP ഇടതിനൊപ്പം നിന്നപ്പോൾ കൊല്ലം കോർപ്പറേഷനിൽ 7-8 സീറ്റുകൾ അവർക്കായിരുന്നു. MLAമാരും MP മാരും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കൊല്ലം കോർപ്പറേഷനിൽ കാര്യമായൊരു സ്ഥാനവുമില്ല, ഒപ്പം MLAമാരുമില്ല. ആകെയുള്ളത് പ്രേമചന്ദ്രൻ 2 തവണ വിജയിച്ച
കൊല്ലം ലോക്സഭാ മണ്ഡലം മാത്രമാണ്. പരാജയങ്ങളിൽ നിന്നും പരാജയങ്ങളിലേക്ക് കൂപ്പുകുത്തുകയാണ് RSP എന്ന് സാരം. കേരള രാഷ്ട്രീയത്തിൽ അപ്രസക്തമാകുന്നു എന്നും പറയാം. കൊല്ലം പാർലമെന്റിലും നിയോജക മണ്ഡലത്തിലും പരാജയപ്പെട്ടാൽ പിന്നെ എന്താകും RSPയുടെ അവസ്ഥ? എന്താകും പ്രേമചന്ദ്രന്റെ അവസ്ഥ? നിലവിൽ UDFൽ കിട്ടുന്ന പ്രാധാന്യം പിന്നീട് ലഭിക്കുമോ? കൊല്ലം പാർലമെന്റ് മണ്ഡലത്തിൽ മുകേഷിനോട് പരാജയപ്പെട്ടാൽ അടുത്ത തവണ കൊല്ലത്ത് നിന്ന് പ്രേമചന്ദ്രൻ സ്ഥാനാർത്ഥിയാകുവാനുള്ള സാധ്യത ഇല്ല എന്ന് തന്നെ പറയാം. ഓരോ തിരഞ്ഞെടുപ്പുകൾ കഴിയുന്തോറും RSP പരാജയത്തിൽ നിന്നും പരാജയത്തിലേക്കാണ്. 2011 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 4 സീറ്റിൽ മത്സരിച്ച് 2 സീറ്റിൽ മാത്രം വിജയിച്ച RSP 2021 വീണ്ടും 4 സീറ്റിൽ മത്സരിച്ച് 4 മണ്ഡലങ്ങളിലും തോറ്റുപോകുന്നു. അതിൽ വലിയ ഞെട്ടലായി മാറിയത് വിജയൻ പിള്ളയുടെ മകൻ സുജിത് വിജയൻ പിള്ളയോട് 1000-ലധികം വോട്ടുകൾക്ക് ഷിബു ബേബി ജോൺ ചവറയിൽ പരാജയപ്പെട്ടതാണ്. അതോടെ ഷിബു ബേബി ജോണും കേരള രാഷ്ട്രീയത്തിൽ അപ്രസക്തനാകുന്നു എന്നും രഹസ്യമായ ഒരു പരസ്യ വാർത്തയുമുണ്ട്. RSP പിണങ്ങിപ്പിരിഞ്ഞപ്പോൾ ഇടതിനൊപ്പം നിന്ന കോവൂർ കുഞ്ഞുമോൻ കല്ലടയിലെ MLA ആയി വിജയിച്ചു. ഇടതുപക്ഷത്തിൻ്റെ മന്ത്രിയായില്ലെങ്കിലും MLA ആണ് അദ്ദേഹം. UDFനൊപ്പം നിൽക്കുന്ന RSP 2 തവണ പ്രേമചന്ദ്രനിലൂടെ MP സ്ഥാനം പിടിച്ചെടുത്തു എന്നുള്ളതല്ലാതെ മറ്റൊന്നുമില്ല. തോൽവിയിൽ നിന്നും തോൽവിയിലേക്ക് പോകുന്നത് കൊണ്ട് തന്നെ കോൺഗ്രസ് 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ചവറ സീറ്റ് മാത്രമേ നൽകാൻ സാധ്യതയുള്ളൂ. ലോക്സഭാ സീറ്റിൽ പരാജയപ്പെട്ടാൽ RSPക്ക് ഒന്നുമില്ലാതെ പോകുമെന്ന് സാരം. 2029 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് കൊല്ലം ലോക്സഭാ മണ്ഡലത്തെ തിരിച്ചെടുക്കുകയും അവിടെ രാജ്മോഹൻ ഉണ്ണിത്താനെയോ മറ്റേതെങ്കിലും കോൺഗ്രസ് നേതാവിനെയോ മത്സരിപ്പിക്കുവാനും സാധ്യതയുണ്ട്. 1,48,856 വോട്ടിൻ്റെ റെക്കോർഡ് ഭൂരിപക്ഷത്തിനായിരുന്നു 2019 പ്രേമചന്ദ്രൻ വിജയം ഉറപ്പിച്ചത്. ചവറ, ഇരവിപുരം, കുണ്ടറ, കൊല്ലം തുടങ്ങിയ നിയമസഭാ മണ്ഡലങ്ങളിലെല്ലാം 20,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷം പ്രേമചന്ദ്രൻ നേടി. എന്നാൽ നിയമസഭാ തിരഞ്ഞെടുപ്പുകളുടെ ചിത്രം മറ്റൊന്നാണ്. 2016 എല്ലാ മണ്ഡലങ്ങളിലും ചുവപ്പായിരുന്നു. 2021 കുണ്ടറ മാത്രമാണ് UDFന് ലഭിച്ചത്. എന്നാൽ രാഷ്ട്രീയത്തിനും അതീതമായ പ്രതിച്ഛായ പ്രേമചന്ദ്രനുണ്ട് എന്നതാണ് ഇത്തവണയും LDFന് പ്രതിസന്ധിയാകുന്ന കാര്യം. മുകേഷിന് അത് മറികടക്കാനാകുമെന്നാണ് CPMന്റെ വിശ്വാസവും. എല്ലാ നെഗറ്റീവ് ഫാക്ടറുകളെയും മറികടക്കാൻ പറ്റുന്ന സ്ഥാനാർത്ഥിയാണ് പ്രേമചന്ദ്രൻ എന്നത് തന്നെയാണ് UDFന്റെ ആത്മവിശ്വാസം. കഴിഞ്ഞ 2 ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിലും MA ബേബിയെയും ബാലഗോപാലിനെയും ഇറക്കി പൊളിറ്റിക്കൽ ഫൈറ്റാണ് CPM നടത്തിയതെങ്കിൽ ഇത്തവണ തന്ത്രം ചെറുതായി മാറ്റി. കൊല്ലത്ത് നിന്ന് ജയിച്ച MLAയുടെ താരപരിവേഷം കൊണ്ട് പ്രേമചന്ദ്രൻ്റെ പോസിറ്റീവ് ഫിഗറിനെ പ്രതിരോധിക്കുവാനാണ് CPMന്റെ കണക്കുകൂട്ടൽ. നിർമ്മല സീതാരാമൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവണമെന്ന് പറഞ്ഞു. മോദിയുടെ വിരുന്നിൽ പങ്കെടുത്തു. അങ്ങനെ തുടങ്ങിയവ പ്രേമചന്ദ്രനെതിരായ LDFന്റെ പ്രചരണായുധങ്ങളാണ്. എന്നാൽ ഇതെല്ലാം കൊണ്ട് വർഷങ്ങളായി ഉണ്ടാക്കിയെടുത്ത പ്രേമചന്ദ്രൻ്റെ ഇമേജിനെ തകർക്കാൻ പറ്റുമോ എന്നതാണ് പലരും ഉയർത്തുന്ന പ്രധാനപ്പെട്ട സംശയം. സങ്കീർണമായ സാമുദായിക സമവാക്യങ്ങൾ മണ്ഡലത്തിലെ ജയപരാജയത്തെ നിർണ്ണയിക്കുന്നതാണ്. തീരദേശ മേഖലയിലെ ലത്തീൻ കത്തോലിക്ക വിഭാഗം, നായർ, ഈഴവ, മുസ്ലിം ജനവിഭാഗം അങ്ങനെ കൂട്ടിക്കുഴഞ്ഞു കിടക്കുകയാണ് കൊല്ലം മണ്ഡലം. 25% വരും ന്യൂനപക്ഷ സമുദായങ്ങൾ. LDF ആയാലും UDF ആയാലും കൊല്ലം സീറ്റ് നായർ കുത്തകയായിരുന്നു. എന്നാൽ LDF ഇക്കാര്യത്തിൽ ചെറിയൊരു മാറ്റം വരുത്തി. ഈഴവ സമുദായത്തിൽ നിന്നുള്ള മുകേഷാണ് ഇത്തവണ. അതുകൊണ്ട് തന്നെ ആ തീരുമാനം ഇത്തവണ എത്രത്തോളം പ്രതിഫലിക്കുമെന്ന് കാത്തിരുന്ന് കാണണം. മതസാമുദായിക സംഘടനകളുടെ അനുഭാവം എക്കാലത്തും പ്രേമചന്ദ്രന് അനുകൂലമായിരുന്നു. പ്രേമചന്ദ്രൻ്റെ സംഘിബന്ധം എന്ന പ്രചരണം ഏൽക്കില്ലെന്നാണ് UDF വിശ്വസിക്കുന്നതെങ്കിലും അത് ഫലിച്ചാൽ മുസ്ലിം വോട്ടുകളിൽ ധ്രുവീകരണമുണ്ടാക്കാൻ തങ്ങൾക്ക് കഴിയും എന്നുള്ളതാണ് LDFന്റെ അനുകൂലമായ ഒരു ഘടകം. എന്തായാലും ഒന്ന് വ്യക്തമാണ്, പ്രേമചന്ദ്രൻ പരാജയപ്പെട്ടാൽ അത് RSPയുടെ അധപ്പതനത്തിനും കാരണമാകും.